UDF മന്ത്രിമാരെ ഇന്നറിയാം. ഘടകകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവർണർക്ക് കൈമാറും. ചർച്ചകൾക്ക് ശേഷം വകുപ്പ് വിഭജനത്തിലും അന്തിമ തീരുമാനമാകും. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിലാണ്. ദേശീയ നേതാക്കളടക്കം എത്തുന്നതിനാൽ കനത്ത പോലീസ് സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി പദവിക്ക് പകരം ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പ് നൽകി പിണങ്ങിയ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് നേതൃത്വം അനുനയിപ്പിച്ചു കഴിഞ്ഞു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, ചാണ്ടിയുമ്മൻ, M ലിജു, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിക്കസേര ഉറപ്പിച്ചെന്നാണ് വിവരം. ഇനി 4 പേർ കൂടി കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരായേക്കും. ഒപ്പം നിൽക്കുന്ന അൻവർ സാദത്തിനെ മന്ത്രിയാക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സാമുദായിക പരിഗണന കണക്കിലെടുത്ത് KC പക്ഷത്ത് നിന്ന് T സിദ്ദിഖോ, VD പക്ഷത്ത് നിന്ന് ഷാനിമോൾ ഉസ്മാനോ മന്ത്രിസഭയിലെത്താൻ സാധ്യതയുണ്ട്. M വിൻസെന്റ്, TJ വിനോദ്, K ജയന്ത്, VT ബൽറാം എന്നിവരുടെ പേരുകളും നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലുണ്ട്. മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായവും IT-യും കൈകാര്യം ചെയ്ത PK കുഞ്ഞാലിക്കുട്ടി സതീശൻ സർക്കാരിലുമുണ്ടാകും. അതേ വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത. N ഷംസുദ്ദീൻ, KM ഷാജി, പാറക്കൽ അബ്ദുള്ള, VE അബ്ദുൽ ഗഫൂർ, AKM അഷ്റഫ് എന്നിവരെയാണ് ലീഗ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മന്ത്രിമാരിലും വകുപ്പുകളിലും അന്തിമ തീരുമാനമാകും. 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ മികച്ച വകുപ്പ് വേണമെന്നാണ് ആവശ്യം. ലീഗിന് ധാരണയായ പൊതുമരാമത്ത് വകുപ്പിലാണ് ജോസഫ് വിഭാഗത്തിന്റെ കണ്ണ്. അബു ജോൺ ജോസഫിന് മന്ത്രിസ്ഥാനം നൽകുന്നതിനെതിരെ തോമസ് ഉണ്ണിയാടൻ അനുകൂലികൾ രംഗത്ത് വന്നതും പാർട്ടിക്ക് തലവേദനയാണ്. ജലവിഭവ വകുപ്പാണ് RSP ആവശ്യപ്പെടുന്നത്. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം അനുവദിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. എന്നാൽ 5 വർഷവും മന്ത്രിസ്ഥാനം വേണമെന്നാണ് അനൂപ് ജേക്കബിന്റെ ആവശ്യം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ അന്തിമ തീരുമാനമാകാത്തതിനാൽ ഇന്നും ഘടകകക്ഷി ചർച്ചകൾ തുടരും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവർണറെ കണ്ട് സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി തേടാനാണ് UDFന്റെ തീരുമാനം. 10 വർഷത്തിന് ശേഷമുള്ള സത്യപ്രതിജ്ഞ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ദേശീയ നേതാക്കളെല്ലാം എത്തുന്നതിനാൽ കർശന സുരക്ഷയാണ് തലസ്ഥാനത്തൊരുക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കം നിരവധി പ്രമുഖർക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.